What is this? This is a Medikutti, this is a Patti, this is a Vipa. Stop it! താൻ ഇവിടെ കുളിക്കരുത്. പിന്നെ ഇവിടെയുള്ളവരെ പോലെ കുളിക്കാതെ സെന്റും മൂഴ്ച നടക്കാൻ എന്നാ കിട്ടത്തില്ല. Who are you? What? C4 മേനോ സാറിന്റെ മൈക്കാ. ഇനിയിപ്പോ മൈക്കും കൂടി വേണോ? അയാളുടെ പേരാ. ആരായാലും ഈ കോമ്പൗണ്ടിൽ ബീഡി വലി ഞാൻ അലൗ ചെയ്യില്ല. പിന്നെ തന്റെ ഈ ഉണക്ക റേഡിയോ കൊണ്ടുപോയി കളയണം. എന്റെ റേഡിയോനെ കുറ്റം പറഞ്ഞുണ്ടല്ലോ. തന്റെ ഉണക്കപ്പെട്ടിനെ കൊണ്ടേ കളയണോ? എന്റെ ജർമ്മൻ ഷെപ്പേർഡിനെ പട്ടിന്ന് വിളിക്കണോ? എന്നാ പിന്നെ പട്ടിയെ സെക്രട്ടറി വിളിക്കാം. ഓ ജൂഡി ജൂഡി, ഇവിടെ അസോസിയേഷൻ പാസ്സാക്കിയ 10 റൂൾസ് ഉണ്ട്. ഈ കോമ്പൗണ്ടിൽ പുകവലി പാടില്ല, ശുചിത്വം പാലിക്കണം, ശബ്ദ മലിനീകരണം പാടില്ല. ശബ്ദ മലിനീകരണം പാടില്ല. അനാവശ്യമായി മറ്റുള്ളവരുടെ ഫ്ലാറ്റുകളിൽ കയറി ചെല്ലുക, പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുക. ആദ്യം ആ ദുരിതം പിടിച്ച പ്ലേ സ്കൂൾ ഇവിടെ നിന്ന് മാറ്റണം. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ഇവിടെ ഫ്ലാറ്റ് കെട്ടുന്നതിന് മുമ്പേ ഞങ്ങൾ പെർമിഷൻ വാങ്ങിയതാ. സെക്രട്ടറിയുടെ പണി നോക്കുന്നത്. ഭാര്യ ജർമ്മനിയിലാണെന്ന് കരുതിയേ ഞങ്ങളുടെ തലയിൽ കയറണ്ട. ഇത്രയും തലതെറിച്ച പിള്ളേരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ട്. ആ കുട്ടിത്തേവാകാണ് ഇതിനെല്ലാം കാരണം. അതിനെ വല്ല കൗൺസിലിങ്ങിനും വിധേയാക്കണം. ഞങ്ങളുടെ ജർമ്മനിയിൽ അതാണ് പതിവ്. പിള്ളേര് കുർത്തക്കേട് കാണിക്കുന്നതിന് എന്റെ കൊച്ചിനെ കുറ്റം പറയണ്ട. കണ്ടോ അവനവന്റെ കാര്യം വന്നപ്പോൾ there are no rules and regulations. വേണ്ട, ഇന്നാളത്തെ പോലെ എന്റെ കൈകളേനല്ലേ. എന്തിനാ? ഓ അത്രേ ഉള്ളോ? വാ. പോയി കളിച്ചോ. അവരെന്നെ കളിക്കാൻ കൂട്ടുന്നില്ല. ചോദിക്ക് എന്നെ കൂടെ കളിപ്പിക്കാവോന്ന്. ആരാ എന്റെ കൊച്ചിനെ കളിപ്പിക്കാത്ത? അതൊന്നും അറിയണമല്ലോ. ആ അത്രക്കായി. ആരാ എന്റെ കൊച്ചിനെ കളിപ്പിക്കാന്ന് പറഞ്ഞേ? ഈ സ്കൂളിലെ മുഴുവൻ പിള്ളേരെ ചീത്തയാക്കുന്നത് നീ ഒറ്റ അശ്വിനെ പിടിച്ചതാ. നീ ഇങ്ങോട്ട് വന്നേ, നിന്നെ ഇന്ന് നീ പുറത്തേക്ക് ഇറങ്ങുന്നത് എനിക്കൊന്ന് കാണണം. ഏറിയാന്നേ ആണി സ്വർണ്ണം കേട്ടത് വണ്ടിച്ച് നോക്കിയോ. നിന്റെ ഒരു കൂടാൻ ഒരുക്കാൻ പോടുന്നു. ഒറ്റ വെള്ളം തരത്തില്ല നിനക്ക്. നോക്കിയോ. ഓടെ കുസൃതിയെ പറ്റിയേ ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്. പൊട്ടുകുത്തി മുട്ടുകുത്തി പാട്ടുപാടി കൂട്ടുകൂടി പെട്ടിയിലെ പട്ടുടുപ്പ് ഇട്ടു വന്നവൾ എങ്ങനെയുണ്ട് ടക്കാരം. എന്റെ കർത്താവേ, കൊച്ചിന്റെ ശല്യം സഹിക്കാം, ഇതാ സഹിക്കാൻ വയ്യാത്തത്. നോക്കിക്കോ, ഞാൻ ഇതെല്ലാം കൂടെ വാരി ഒരു ദിവസം തീരും. ഞാൻ ചോദിക്കാൻ അങ്ങ് മറന്നു പോയി. വല്ലതും പറ്റിയായിരുന്നോ? പിള്ളയോട്ടിയാ തള്ളക്ക് കേട്ടില്ലെന്നല്ലേ പറയുന്നത്. എന്റെ പേര് പീലിപ്പോസ്. മയക്കുന്ന എല്ലാരും വിളിക്കുന്നത്. അപ്പന്റെ പേര് മയക്കുന്നായിരുന്നു. ആഹാ, ഉള്ള ഗുരുത്തക്കടെല്ലാം ഒപ്പിച്ചു വന്ന് പിണയിക്കിടക്ക് വന്നോ? ഞാനൊരു കഥ പറയട്ടെ, നല്ല ഒന്നാന്തരം കഥ. ഒരിടത്തൊരിടത്തൊരു കാടുണ്ടായിരുന്നു. കാട്ടുപോത്തും ആനയും പുലിയൊക്കെ ഉള്ള കാട്. ഒരു ദിവസം മൈക്ക് ഏറുമാടത്തിൽ നിന്ന് നോക്കുമ്പോ അങ്ങു ദൂരെ സ്വർണ്ണപ്പുല്ലുള്ള കുന്നില് ഒരു ഇളക്കം. എന്താ അത് പറയണെങ്കിലേ ഇച്ചിരി പുളിക്കും. ആദ്യം നമുക്ക് കൂട്ടുകാരാകാം, എന്നിട്ട് പറയാം. എന്നാ പറ, ഇനി ഞാൻ മൈക്കിനെ ഒരിക്കലും ഉപദ്രവിക്കില്ലെന്ന് സത്യം ചെയ്. സത്യം. ഇനി ലൗഡ് സ്പീക്കർ എന്റെ ഫ്രണ്ടാ. എന്നിട്ട് സ്വർണ്ണപ്പുല്ലുള്ള കുന്നില് പറയേ. കൈസറിന്റെ കുര കേട്ടാ ഞാൻ ചെന്നത്. അപ്പൊ അവിടെ ഒരു ഉണക്കമരത്തിന്റെ പൊത്തില് നിറച്ച് ചിത്രശലഭങ്ങൾ. ഞാൻ ഒന്നിനെ അങ്ങ് പിടിച്ചു. അപ്പൊ കൂടെ ഒന്നോടെ അങ്ങോട്ട് ഇളകില്ലേ. പിന്നെ ആയിരുന്നു കാഴ്ച. ഒരു 10,100,000 ചിത്രശലഭങ്ങള് എന്റെ ചുറ്റിലും ഇങ്ങനെ പറന്ന് കളിയടാ കളി, കളിയടാ കളി.
ബാക്കി നാളെ. കൊച്ചിനെ ഞാൻ എന്നാ വിളിക്കണ്ടേ? തക്കിട്ടൂന്ന് പപ്പ വിളിക്കുന്ന പേരാ. തക്കുട്ടുവിന്റെ അപ്പനും അമ്മയൊക്കെ എവിടാ? ഒന്നും പറയണ്ട എന്റെ മൈക്കേ, അവരങ്ങ് കുവൈറ്റില്ല. ഇതിനെയും കൊണ്ട് ഞങ്ങൾ ഇവിടെ പൊറുതി മുട്ടിയിരിക്കുക. എന്നാ ഉടനെ എങ്ങാനും മരുന്നുണ്ടോന്ന് ചോദിച്ചാൽ യാതൊരു ലക്ഷണവും ഇല്ല. ചുമ്മാതല്ല കൊച്ച്, ആ നമുക്ക് അവരെ ഇങ്ങ് വരുത്താം. അതിനൊരു ടെക്നിക്ക് ഉണ്ട്. എത്രയായി? 80. എന്തോ 80. ഈ മീറ്റർ കൊടുക്കുന്നോ? എന്തിനാ? അല്ല, നിങ്ങളോ യൂസ് ചെയ്യുന്നില്ല, വീട്ടിൽ കൊണ്ട് കിഡ്സിന് കളിക്കാനെങ്കിലും കൊടുക്കാലോ. ഓ, കോമഡിയാ? അല്ല, പൊതുജനങ്ങളുടെ ട്രാജഡിയാ. എന്താ പേര്? ടക്കിട്ടു. കക്കിയിട്ടെന്നോ? അല്ല, ടക്കിട്ടു. കൊള്ളാം. ചില കടിച്ച പൊട്ടാത്ത അവലോസ് ഉണ്ടാക്കി ഇടാൻ പറ്റിയ പേര് ടക്കിട്ടു. അതെന്റെ ചെല്ലപ്പേരാ. അപ്പൊ ഒറിജിനൽ നെയിം? ഏഞ്ചല. നല്ല പേര്. അങ്കിളുടെ പേര് ഈശ്വരപ്ലായ് കുമാരപ്ലായ്. ഷോർട്ട് ഫോമിൽ EP കുപ്പി എന്ന് വിളിക്കും. കാലിക്കുപ്പി എന്നായിരുന്നേ വിളിക്കാൻ സൗകര്യമായിരുന്നു. അങ്കിൾ എന്തിനാ വന്നേ? ഞാൻ മോളെ ഒന്ന് കൗൺസിൽ ചെയ്യാൻ വന്നതാ. ഒന്നുകളെയും കുഞ്ഞിന്റെ മുടി വെട്ടി കളയുന്നു. ഇംഗ്ലീഷ് അറിയാത്ത മലയാളിയാണല്ലേ. ഈടോ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഗുണദോഷിപ്പിച്ച് ഉപദേശിച്ച് നേരെയാക്കുന്ന രീതിയാണ്. ഞാൻ വിചാരിച്ചേ മുടി വെട്ടാൻ വന്ന ബാർബറാണ്. അതിന് ഞാൻ എന്ത് ചെയ്തെന്നാ? പറഞ്ഞ അനുസരിക്കില്ല. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. ഒരുമാതിരി കേരള മാർച്ച് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് കറങ്ങി തിരിഞ്ഞ് നടക്കും. ഇതൊക്കെ മാറ്റാനാണ് മിസ്റ്റർ കൗൺസിലിംഗ് ചെയ്യുന്നത്. അപ്പൊ മോളെ, നമുക്ക് ഒന്നിൽ നിന്നും തുടങ്ങാം. ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ നാം എന്ത് പറയണം? സുഖമാണോ സാറേ എന്ന് ചോദിക്കണം. അല്ല, പിന്നെ? ഗുഡ് മോർണിംഗ് എന്ന് പറയണം. ഉറങ്ങുന്നതിന് മുമ്പ് മൂത്രമൊഴിക്കണം. തെറ്റിക്കരുത്, ഗുഡ് നൈറ്റ് എന്ന് പറയണം. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ട ഒന്നാണ് ശുചിത്വം. രാവിലെയും വൈകുന്നേരവും നന്നായിട്ട് കുളിക്കണം. വെള്ളം ഉണ്ടെങ്കിൽ ഉച്ചക്കും കുളിക്കണം. അതുപോലെ തന്നെ ആഹാരത്തിന് മുമ്പ് കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകണം. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാലോ? പോലീസ് പിടിക്കോ? അല്ല, എലിപ്പനി പിടിക്കും. താൻ കുറെ നേരമല്ല നിന്ന് ചൊറിയാൻ തുടങ്ങിയിട്ട്. എടോ, ഞാൻ ഈ കുഞ്ഞിനെ കൗൺസിൽ ചെയ്യാൻ വന്നതാ. ഇത് കണ്ടെങ്കിൽ താൻ നന്നാവാൻ നോക്ക്. അപ്പോ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ മൂത്രമൊഴിക്കണം. അതെ, മൂത്രം ഒഴിക്കണം. എന്നെ കൂടെ പറഞ്ഞ് തെറ്റിക്കുന്നോ? മൂത്രമൊഴിക്കണ്ടേ? ഒഴിക്കണ്ട. 5 ദിവസം ഒഴിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഗുഡ് മോർണിംഗ് എന്ന് പറയണം. മാഡം, ഒരു ചായ. തൊണ്ടയിലെ വെള്ളം പറ്റി. കൊച്ചമ്മരിക്കും, ഞാൻ എടുത്തോണ്ട് വരാം. കൊച്ചുമേ, ഈ ഫ്ലാറ്റിന് എത്ര സ്ക്വയർ ഫീറ്റ് കാണും? അതും കൗൺസിലിങ്ങുമായിട്ട് എന്താ ബന്ധം? ബന്ധമുണ്ട്. കുട്ടിക്ക് ഓടിക്കളിക്കാൻ പാകത്തിന് ഈ ഫ്ലാറ്റിൽ സ്ഥലമുണ്ടോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. നോക്കിയിട്ടില്ല. ഏതാണ്ട് 2000 സ്ക്വയർ ഫീറ്റ് കാണും. അയ്യോ, ഏതാണ്ട് പോരാ. കൃത്യമായിട്ടുള്ള അളവ് വേണം. ഞാനൊന്ന് അളക്കാം. ഒരു ടേപ്പ് കൊണ്ടുവരും. ഇതും കൂടെ കുറച്ച് ഇട്ടോ. ഈ തക്കുടും ആള് കൊള്ളാമല്ലോ. കുറച്ചും കൂടെ ഇട്ടോ. ഇനി ഇട്ടാലേ ചത്തുപോവും. ടൈറ്റ് ചെയ്ത് പിടിക്കും. സാറേ ചായ. 6 6:48. ഇടോ, ചായ 6. ഓ, ചായ ചൂടോടെ കുടിക്കണം സാറേ. കുടിച്ചാട്ടെ. ചായ കൊള്ളാവോ? നല്ല ചായ. കണ്ണൻ ദേവന? അല്ല, സൺറൈസാ. നേരം എടുത്താൽ വൈകുന്നേരം നല്ല ഉന്മേഷമായിരിക്കും. ഉന്മേഷം ഉണ്ടോ? ഉന്മേഷം തോന്നുന്നുണ്ട്. എവിടെയാ ടോയ്ലറ്റ്? എന്താ അവിടെ അളവെടുക്കാനാണോ? അല്ല, ഒന്ന് ഫ്രഷ് ആകാനാ. ഇനി ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയാച്ചാ മതി. ബീച്ചിലേക്കാ വരുന്നെങ്കിൽ വാ. വാ എല്ലാരും. വാ, 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 വാ. ഇയാളിതുവരെ അളവെടുപ്പ് കഴിഞ്ഞില്ലയോ? കുറച്ച് സമയം എടുക്കും. ഏരിയ കുറെ കിടക്കല്ലേ. ഇവിടുന്ന് കിട്ടി കൗൺസിലറിന്. അളവെടുപ്പ് തുടങ്ങിയിട്ട് മണിക്കൂർ 2 ഇരട്ട പ്രസവിച്ച സുഖം. കൊച്ചുമേ, ഇന്ന് മൂട് പോയി. ഞാൻ നാളെ വരാം. നാളെ നേരത്തെ വരണേ. ഇല്ലെങ്കിൽ നാളെ ആക്കണ്ട. ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം. ചോദിച്ചതിന് ഉത്തരം പറയൂ. ആരാ നിങ്ങളെ ബീച്ചിൽ കൊണ്ടുപോയത്? ടെൽ മീ. ഞാനാ. ബീച്ചിൽ കൊണ്ടുപോയതും ഡാൻസ് കളിപ്പിച്ചതൊക്കെ ഞാനാ. കണ്ടോ, ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ. തനിക്ക് എന്താണ് ഭ്രാന്തുണ്ട്? എവറിഡേ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവും. ഇയാൾക്കോ വൃത്തിയും വിവരമില്ല. അത് ഈ ഫ്ലാറ്റിലെ കുട്ടികളെ കൂടി അഫക്ട് ചെയ്യാന്ന് പറഞ്ഞു.
there is no other solution. ഇല്ല, ഞാൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു. ഇയാളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊന്നും ഇനി ഉണ്ടാവില്ല. വെള്ളമൊഴിച്ചോ. നമ്മള് പറഞ്ഞ ചെടിക്ക് മനസ്സിലാവോ? പിന്നെ മനുഷ്യന്മാരെക്കാളും മനസ്സിലാവും. മൈക്കേ, തന്നോട് പുറത്തിറങ്ങരുത് പറഞ്ഞതല്ലേ? കൈ മുഴുവൻ ചെളിയാക്കി. അപ്പൊ അത് മുണ്ടിലോ ഒരു വൃത്തിയില്ല. കയറി പോടോ. ചൂളം വിളിക്കാതെയോ? ഇവിടെ വൃത്തികേടാക്കിയോ? നല്ല പോകണ്ടെന്നോ. ആർക്ക് വേണ്ടിയാടോ? ഒരു മാസം കഴിഞ്ഞാൽ പോകാനുള്ളതാ. അതിപ്പോ നമ്മൾ ഈ കാണുന്ന പൂവും മരവും കാടും ഒക്കെ നമ്മൾ വെച്ചാന്നോ? ആരേലും വെക്കുന്നു, ആരേലും കാണുന്നു. തോപ്രാംകുടിയിലെ പൂവിനൊക്കെ എന്നാ വലിപ്പം. ഇനി മേലാൽ തന്റെ തോപ്രാംകുടി കഥ ഇവിടെ കേട്ടുപോയി. ഉച്ചക്കുള്ള മരുന്ന് കഴിച്ചായിരുന്നോ? കഴിച്ചു. പിന്നെ ഇതന്നെ? അത് എനിക്ക് സൗകര്യമില്ല. നീ ആരാ ചോദിക്കാൻ? ഞാനാരുമല്ല. ഇത് നല്ല കളിയായിപ്പോയി. അപ്പൊ പിന്നെ ഞാൻ ജീവൻ പണയം വെച്ച് ഇവിടെ വന്നെ അത്ര. ഓ, ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, മതിയായി. ഇതെന്നാ വർത്തമാനമാണ്? കുടുംബക്കാർക്ക് കുടുംബക്കാര് ഒരു ജന്മം മുഴുവൻ. താൻ പോയി തന്റെ ജോലി നോക്കുക. ഇനി മരുന്ന് കഴിച്ചില്ലേ ഞാൻ ഡോക്ടറോട് പറയും. ഇവനായിരിക്കും മരുന്നളിച്ചത്, കഴിച്ചില്ല. സത്യം പറഞ്ഞാൽ അത് കുറ്റം. നാളെ ഡയാലിസിസ് ഉള്ളതാ, ഉറക്കം ഉളയ്ക്കരുത്. അതിന് ഉറക്കം വരണ്ടേ? മൈക്കിന്റെ ശബ്ദം കാരണമായിരിക്കും. ആണ്ട കിടക്കുന്നു, അതിനും കുറ്റം മൈക്കിന്. ആരോ ആനിയുടെ വീട് അന്വേഷിച്ച് വന്നിരുന്നു. ആരാ? ഇതിനു മുമ്പെങ്കും കണ്ടതായി ഓർക്കുന്നില്ല. അപ്പൻ ഇപ്പുറത്തും പുലി അപ്പുറത്തും. കണ്ണി നോക്കി ഒറ്റ നിപ്പ കൊടുക്ക. എന്നാ പറ്റി? പുലി തോറ്റു, കയ്യാലെ കടിയൊക്കെ പോയി. ഇയാൾ എങ്ങനെ ഇവിടെ എത്തിയേ? അതിനാണോ ഇത്ര പ്രയാസം? KP അഡ്രസ് വന്നു, ഞാൻ ഇനി പോന്നു വെച്ചു. ഇതെല്ലാം എടുത്തോണ്ട് പോ. അങ്ങനെയൊന്നും പറയല്ലേ മോളെ. എന്നാ ഞാനങ്ങ് പോയേക്കുവാ. ഓട്ടാ മറ്റേ. ശരി മൈക്കേ, ഇടയ്ക്ക് ഇടയ്ക്ക് വരണം കേട്ടോ. പോവാ. മേലാൽ ഇത് ആവർത്തിക്കരുത്. എന്ത് പാട്ട് കേൾക്കുന്നത്? അതങ്ങ് വള്ളി പറഞ്ഞ. നല്ല സ്നേഹമാണ്. നീ എന്നാത്തിന് അവനെ അങ്ങനെയൊക്കെ പറയാൻ പോയത്? ആരാ എന്താണെന്നറിയാതങ്ങ് സൽക്കരിച്ചു. നല്ല ആരോഗ്യമുണ്ട്, ഒരു പണിയും ചെയ്യാതങ്ങ് കറങ്ങി നടന്നോളൂ. എനിക്കിതുങ്ങളെ കാണുന്നതേ കലിയ. ഉറങ്ങുവാന്നോ? അയ്യോ, തീ പോലെ കൊള്ളുന്നുണ്ടല്ലോ.
തുളസിയിലോ ഫ്ലാറ്റിലോ പ്ലാസ്റ്റിക്കിന്റെ ഇല വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ചുക്ക് അതെവിടാണാവോ? കുരുമുളക് കിട്ടി. കാപ്പിപ്പൊടി കാപ്പിപ്പൊടി ഉണ്ട്. ഒന്ന് എഴുന്നേറ്റാട്ടെ. ഈ കാപ്പിയെ കുറിച്ചിട്ട് പനി ഇപ്പം പമ്പ കിടക്കുന്നു നോക്കിക്കോ. ഈ വയസ്സാം കാലത്ത് ആരുമില്ലാതെ ഒറ്റക്കിങ്ങനെ എന്തിനായി കേസും കൂട്ടമൊക്കെ? ഒന്നുമല്ലേലും നമ്മുടെ പിള്ളേരല്ലേ. ഒന്ന് വേർക്കുമ്പോ അങ്ങ് മാറിക്കോളും. ഞാനിപ്പോ വരാം കേട്ടോ. എന്താ പേര്? മൈക്ക്. ചേച്ചേ, സാധനം വാങ്ങിത്തന്ന് പോയിട്ട് കാണാത്തപ്പോ ഞാൻ വിചാരിച്ചു അതെ സാറ് ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ടാ. ചേട്ടൻ ഇവിടെ ഇതുവരെ പരിചയപ്പെട്ടില്ല. ചേട്ടനെ പരിചയപ്പെടാത്ത നല്ലത്. അതെന്നാ? പ്രത്യേക ടൈപ്പാ. ആണോ ചേട്ടാ? ഉണ്ടില്ലേ, വേറെ ആ വെപ്പും കൂടി. ഒരു വീട്ടിൽ 2 അടുക്കള എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരുമിച്ച് ജീവിക്കുന്നതേ ഉള്ളൂ. മക്കളൊക്കെ എവിടാ? അങ്ങ് മുംബൈയിലാ. എനിക്കിപ്പോ ഇത്ര കഞ്ഞി വേണം. അവയൊന്നും കഴിച്ചില്ലേ? അയ്യോ എനിക്കല്ല, അപ്പുറത്തെ വല്യപ്പച്ചനാ. സുഖമില്ല. അയ്യോ ഇപ്പൊ തരാം. അവന്മാരെ എന്നെ വൃത്തസദരത്തിലാക്കി. മറിയാമ്മ അന്ന് പറഞ്ഞതാ കാലശേഷം എഴുതി കൊടുക്കാവൂ. ആര് കേട്ടു? അതൊക്കെ അങ്ങ് ക്ഷമീരെന്നേ. നമ്മുടെ പിള്ളേരെ നമ്മളല്ലാതെ വേറെ ആര് നോക്കാനാ? അതുങ്ങളുടെ മനസ്സൂടെ കാണണ്ടേ. ഞാൻ ഇടക്കിടക്ക് വരാം. കണ്ടില്ലേ പുള്ളിക്കാരൻ കെറിവിക്കും കേട്ടോ. എന്നാ കിടന്നാട്ടെ. അവരെ ഇങ്ങോട്ട് കയറ്റി വിടുന്നേ. അയ്യോ ആ സെക്രട്ടറിയുടെ കൊല്ലും. അതൊക്കെ നോക്കിക്കോളാം. ഈ കണത്ത കൊണ്ടാനുമല്ല, നല്ല അടിപൊളിയായിരിക്കണം. मेरे सपनंग रानी कब आएगी तू? आए रुत मस्त चानी कब आएगी तू? ईद जाए सिंध चानी कब आएगी तू? चलिया आप चलिया प्यार की What is this? Sound pollution? बाहोंगे चलिया सब रंग പോകാൻ പറ്റേ. ഇത് തന്നെയല്ലേ ഇളാട്ടെ? മേലോട്ട് നോക്കരുത്, തലയിളകും. ഇതിൽ കൂടുതൽ ഇനി എന്ത് ഇളകണം? വാച്ച്മാനെ, നമ്മുടെ സെക്രട്ടറിയെ കണ്ടായിരുന്നോ? ഒരു വീഡിയോ വലിച്ചോട്ടെ എന്ന് ചോദിക്കാനാ. എന്നെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലോടാ? അയ്യോടാ താണ്ട് നിൽക്കുന്നു. ഇതിലും വലുത് എന്തോ വരായിരുന്നതാ. കർത്താവ് തുണച്ചു. ഓടിയിലിളകിയിരിക്കുക. ഇല്ല തന്തയ്ക്ക് വിളിച്ചേനെ. വിളിച്ചിരുന്നേ പല്ലും കൂടെ പോയേനെ. ഇതിന്റെ ചെലവ് എന്റെ വക. എന്തെങ്കിലും പറഞ്ഞോ? ഒന്നുമില്ല, ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല, കറണ്ട് ഇല്ലാത്തതുകൊണ്ട്. സാധാരണ സംഭവമല്ലേ. ജനറേറ്റർ
കോയില് കത്തിപ്പോയി. എന്റെ കർത്താവേ. ഇതെന്നാ പണി? താൻ തന്നെ പാട് നോക്കി പോടും. ഇതേ ഉറക്കം വരുന്നില്ലെങ്കിലേ ഇപ്പൊ നല്ല ഒന്നാം തരം മലയാളം പാട്ടുണ്ട്, വെക്കട്ടെ, തന്നെ ഉറങ്ങിപ്പോകും. അത് ഞാൻ വലിച്ചെറിയൊരു ദിവസം. ഇതിപ്പോ കരക്കും പോവുകയല്ല, വെള്ളത്തിലും പോവുകയല്ല. ബൈക്ക് ഞാൻ പിടിച്ചോളാം. ഒരു വീട്ടിൽ രണ്ടടുക്കള, മോശമാണ് സാറേ ഇതൊക്കെ. ഓഹോ, അത് റെക്കമെൻഡേഷൻ തുടങ്ങിയല്ലേ? സാറിന് വലിയ ഉപദ്രവമുണ്ടോ? ബ്രാൻഡിയുടെ ഉപദ്രവം. മക്കളറിഞ്ഞാ മോശമല്ലേ സാറേ? ക്ഷമിക്കുന്നവന് മനസമാധാനം എന്നല്ലേ? ഹൊക്കറിനും അവളുടെ നാവ കാരണം. കണ്ടില്ല കേട്ടില്ല എന്നങ്ങ് വെച്ചേക്കണം, തീർന്നില്ലേ? ചേച്ചി, ചേച്ചി വരുന്നു. അതെ, അങ്ങേര് എന്തോ പറഞ്ഞു, ശരിക്കും എന്നെ ചീത്ത പറഞ്ഞാണ്. ചേച്ചി വലിയ കാര്യമാണ്. സത്യമായിട്ടും? പിന്നല്ലാതെ. ഞാൻ ചേച്ചിക്ക് ഒരു മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ചേട്ടൻ വന്ന് കയറിയതും ചേച്ചി ഇതങ്ങ് വായിലേക്ക് ഒഴിച്ചേക്കണം. ഇറക്കുകയും ചെയ്യരുത്, തുപ്പുകയും ചെയ്യരുത്. ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് വിവരം പറ. കൈപ്പുള്ള വല്ലോ ആണോ? അതെയാ? എന്നാ സമ്മതിച്ചു. ഈ കണ്ട കാലമെല്ലാം കഷ്ടപ്പെട്ടിട്ട് എന്താ കോണം? ചുമ്മായിരുന്നു തിന്നാൻ മാത്രം കൊള്ളാം. എന്തെങ്കിലും ശരീരം അനക്കി ഒന്ന് ജോലി ചെയ്തിരുന്നെങ്കിൽ. എന്താടി ഇന്ന് നാവിറങ്ങിപ്പോയോ? നീ ഇല്ലെങ്കിലേ ഞാൻ പട്ടിണിയാണെന്ന് പറഞ്ഞിട്ട് എന്തായി? അയ്യ, കേട്ടില്ലടി? നീ ഒരിക്കലും ഗുണം പിടിക്കത്തില്ലടി. ഇതൊരു ലോഡ് കൊണ്ട് ഒന്നും ആവില്ല. ഒരു ലോഡും കൂടി ഇന്ന് തന്നെ അടിക്കേണ്ടി വരും. ഇതെന്നാ വെള്ളമാ? നാറിയിട്ട് വയ്യ. കൊച്ചു പിള്ളേരും പ്രായമുള്ളവരും കുടിക്കാനുള്ളതാ. വേറെ ഉണ്ടാക്കിയാ മതി. അതെന്നാ വർത്താനോ? ഫ്ലാറ്റ് തന്റെ തന്തയുടെ വകയാക്കണം. എന്തൊക്കെ പറഞ്ഞോളൂ, മോയിക്കുന്നതൊക്കെ അറിയാമല്ലോ. ഉണ്ടാക്കി വെച്ചോട്ടോ. ഇതിന്റെ ലോറികൾ പോടാ. വേണ്ട. ഇത്ര വേഗം അടിച്ചത്? അടി തുടങ്ങിയിട്ടേ ഉള്ളൂ സാറേ. വെള്ളം അടിക്കണമെങ്കിൽ വേറെ ആളെ നോക്കണം. ഈ ഫ്ലാറ്റിലുള്ളവർ മുഴുവൻ വെള്ളം കിട്ടാതെ ചത്തുപോയാലും വേണ്ടില്ല, നിന്റെ വെള്ളം വേണ്ട. പോടാ. 3 ദിവസം കാല് പിടിച്ചിട്ടാ ഒരു ലോഡ് വെള്ളം കിട്ടിയത്. സാറേ പുഴത്തുനിന്ന് ആറിയ വെള്ളമാണ്. വെള്ളത്തിന്റെ കാര്യത്തിന് സമാധാനമുണ്ട്. മനുഷ്യന് സമാധാനമായി പുറത്തിറങ്ങാൻ പറ്റില്ലെന്ന് വെച്ചാ അങ്ങേര് ഭാര്യയോടുള്ള സംശയം കൊണ്ട് അതൊക്കെ പറയുന്നു. താൻ മിണ്ടരുത്. ഇത് കുടുംബ കോടതിയല്ല. അയാളുടെ ന്യൂസൻസ് കാരണം ഞങ്ങൾക്ക് പഠിക്കാൻ പോലും കഴിയുന്നില്ല. ത്രോ ഹിം അവേ. ദാറ്റ്സ് ദി ഓൺലി സൊല്യൂഷൻ. യവന്മാർ ഇവിടെ കിടന്ന് ബഹളമുണ്ടാക്കുന്നത് ആർക്കും ശല്യമില്ല. ആ പാപം കുറെ ഉറച്ച് സംസാരിക്കുന്നതാണ് കുറ്റം. ഇനി അവന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഒരവസരം ഇവിടെ കൊടുക്കണം. കാരണവര് പറഞ്ഞുകൊണ്ട് മാത്രം ഒരു ചാൻസ്. നാട്ടുകാരുടെ കാര്യം അവര് നോക്കിക്കോളും. എടോ കെ പി, ഇയാൾ ഇനി എവിടേക്കാ പോണെന്ന് എനിക്കറിയണം. ഇങ്ങനെ ചാടിക്കടിക്കാൻ ഞാൻ നിങ്ങളുടെ സ്വന്തക്കാരൊന്നും അല്ലല്ലോ. സ്വന്തക്കാര് ഇതൊരു കാര്യം ഞാൻ പറയാം. ഒരുമാതിരി കാഴ്ചമംഗളാതെ സിമ്മക്കുട്ടി കിടക്കുന്നവരെ കിടക്കാൻ എന്നെ കിട്ടത്തില്ല. അതിന് വരെ ആളെ നോക്കണം. നീ ഒന്ന് അടങ്ങ്. അയാള് പലതും പറയും, അത് കാര്യമൊക്കെ ഉണ്ടാ. നിനക്ക് കാശ് കിട്ടിയാ പോരെ. എന്റെ അപ്പം കിടക്കുന്ന മണ്ണായി പോയി. ഇല്ലെങ്കിൽ പോട്ട പുല്ലെന്ന് ഞാൻ വെച്ചനെ. ഓ Hey, continue boys, continue. Ronaldinho will be back for the touchdown. Yes. Oh, Maiko. എന്റെ റേഡിയോ കണ്ടായിരുന്നോ? ആദ്യമായിട്ട് ഞങ്ങളുടെ ഫ്ലാറ്റ് വന്നിട്ട് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാതെ പോയാൽ എങ്ങനാ? ഭയങ്കര സെറ്റപ്പ് ആണല്ലോ. ആണല്ലോ. അയ്യോ വേണ്ട സാറേ, എന്നാ കുഴപ്പം? ഓ, ഇത് വൈറ്റ് റമ്മ, മണമില്ലതിന്.
നിങ്ങളെല്ലാരും പിന്നെ നിർബന്ധിക്കുമ്പോ അല്ല പിന്നെ ഒട്ടുപടിയാ സാധാരണ. പണി കഴിഞ്ഞ നേരെ സിറ്റിയിലോട്ടൊന്ന് പോകും. തിരിച്ചു വരുമ്പോ ഒരു ധൈര്യത്തിന് ആനക്കാടല്ലേ, ഒരാത്രി നല്ല തണുപ്പും. അല്ല ഈ തോപ്രാംകുടിയിൽ ചെമ്മുണ്ടോ? അതൊഴിച്ചെല്ലാം ഉണ്ട്. നല്ല പിടിയാന ഉണ്ടോ? ഇനി വേണ്ട, സാറ് കറിയിക്കുക. ഇതുകൂടി ഇപ്പൊ എല്ലാം മഴ. അപ്പോ അപ്പനും ആനയുടെ സ്വഭാവമായിരിക്കും. കട്ടനെത്തും. രണ്ടുപേരും വിട്ടുകൊടുക്കല. അപ്പൊ ഞാൻ പോട്ടെ. എന്നൊരു പാട്ട് പാടിയേച്ചും പോ. വേണ്ട, സന്തോഷ സൂചകമായി തന്നതിനെ സ്വീകരിച്ചു ബാലകരം ഞങ്ങളിത പോകുന്നു, ഞങ്ങൾ പോകുന്നു, ഞങ്ങൾ പോകുന്നു, ഞങ്ങളിതാ പോകുന്നു, ഞങ്ങൾ പോകുന്നു. അയ്യോ, ഇതന്നെ എല്ലാരും കൂടെ വല്ല പള്ളിപ്പിരിവിന് ഇറങ്ങിയതാണോ? ഇപ്പൊ ഇറങ്ങണം ഇവിടെ.